കൂത്താട്ടുകുളത്ത് വനിതാ കൗൺസിലർ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവമേൽപ്പിച്ച വിഷയത്തിൽ കലാരാജുവിന്റെ വെളിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട സിപിഎം പ്രതിസന്ധി ഘട്ടത്തിൽ സിപിഎം കൂടെ നിന്നില്ല. സാമ്പത്തിക ബാധ്യത അന്വേഷിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായി കലാരാജുവിന്റെ സംഭാഷണത്തിലുണ്ട്. കുതിരക്കച്ചവടം പാളിയതിലുള്ള ജാള്യതയാണ് കോൺഗ്രസിനെന്ന് സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. കലാരാജു ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൗൺസിലർമാർക്കൊപ്പം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പണം വാഗ്ദാനം ചെയ്തെന്ന വാദം കലാരാജു വീഡിയോയിൽ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താമെന്ന് UDF ഉറപ്പ് നൽകിയതായി കലാരാജു വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ CPM കൂടെ നിന്നില്ലെന്നും കല പറയുന്നു. ഒരു വാഗ്ദാനങ്ങളും ഇല്ല. അവർ ബാങ്കിന്റെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. ചെറിയൊരു വാക്കിന് ചോദിച്ചു പോകേണ്ട കാര്യമില്ല. ഇപ്പൊ എന്താണെന്ന് പറയട്ടെ, ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നായിരുന്നു CPMന്റെ ആരോപണം. കലാരാജു 15-ാം തീയതി മുതൽ 18 വരെ എവിടെയായിരുന്നുവെന്ന് അന്വേഷിക്കണമെന്നും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളെ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ലെന്നും CN മോഹനൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അവരിപ്പോൾ യഥാർത്ഥത്തിൽ ബന്ധനസ്ഥയാണ്. വാസ്തവത്തിൽ ഞങ്ങൾ തള്ളിക്കയറാൻ പോയിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. അവരെന്തെങ്കിലും കാരണവശാൽ വരട്ടെ. അവർ വന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യം, കലാരാജു എന്ന് പറഞ്ഞ സഹാവ് അവര് ഈ പറഞ്ഞ തന്നെ ഇനി നാളെ പറഞ്ഞോളാം ഒരു നിർബന്ധമില്ല. കലാരാജുവും മക്കളും UDFന്റെയും കോൺഗ്രസിന്റെയും ബന്ധനത്തിലാണെന്ന് CN മോഹനൻ ആരോപിച്ചു. കോൺഗ്രസ് പണം വാഗ്ദാനം ചെയ്തെന്ന് കലാരാജു പറഞ്ഞതായി ഏരിയ സെക്രട്ടറി PB രതീഷും പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.